ഹൗ ബിഗ് ഈസ് യുവർ വേൾഡ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന ഒരു ഉത്തരം എന്തായിരിക്കും? അർജുനന് ഒരു ഗുരുവുണ്ട്. ആ ഗുരുവിന്റെ പേരാണ് ദ്രോണാചാര്യ. പക്ഷെ അതേ അർജുനന് കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് വേറൊരു ഗുരുവുണ്ട്. സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ഒരു വലിയ റിസർച്ച് ആണ്. അമേസിംഗ് ആണ് കേട്ടോ അതിന്റെ റിസൾട്ട്. ഇപ്പൊ പുതിയ ജനറേഷൻ ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഒരുപാട് കഴിവുണ്ട്, എന്നത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ചില ആൾക്കാരുടെ പ്രസൻസിന് നമ്മളെ കംഫർട്ടബിൾ ആക്കാൻ സാധിക്കും. അവർ വലിയ ടാലന്റഡ് ആയിരിക്കില്ല, ഒരു സുന്ദരനോ സുന്ദരി ആയിരിക്കില്ല, ഭയങ്കരമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടാകും. ഹായ്, വെൽക്കം ടു ലോജിക് സിങ്ക്. ഇന്ന് നമ്മുടെ ഗസ്റ്റ് ആയിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത് ഒരു ഇന്റർനാഷണൽ ട്രെയിനറാണ്. അദ്ദേഹം ഒരു മെന്റർ കൂടെയാണ്. ഒരുപാട് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിലും IIMs IITs ഒക്കെ ക്ലാസ്സസ് എടുക്കാൻ പോകുന്ന ഒരു പ്രോമിനന്റ് പേഴ്സണാലിറ്റിയാണ്. സജി നിസാൻ സാറാണ് നമ്മളിവിടെ ഉള്ളത്. സോ വെൽക്കം സർ. മെന്റേഴ്സ് എന്ന് പറയുന്നൊരു, ഞാൻ ടീച്ചേഴ്സ് എന്നല്ല, ഞാൻ മെന്റേഴ്സ് എന്ന് തന്നെ പറയുന്നത്. കാര്യം അവർക്കൊരു റോൾ ഉണ്ട്. ലൈക്ക് അത് ഒരു സ്റ്റുഡന്റിന് മാത്രമല്ല, മേ ബി ഒരു ഗ്രോൺ അപ്പ് ആണെങ്കിൽ പോലും ഒരു മെന്റർ എന്ന് പറയുന്ന ഒരു പൊസിഷനിൽ ഒരാൾ ഉണ്ടാകുന്ന റിയലി ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ ഒരു സാറ് നോക്കുകയാണെങ്കിൽ ഒരു മെന്റർ, ആക്ച്വലി ഒരു യഥാർത്ഥ മെന്റർ എന്ന് പറയുമ്പോഴത്തേക്ക് എങ്ങനെയുള്ള ഒരാളായിരിക്കണം? ജീവൻ, ഞാൻ ഭഗവത്ഗീത പഠിപ്പിക്കാറുണ്ട്. ഞാൻ മുസ്ലിം ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞ ഒരാളാണ്, പക്ഷെ ഭഗവത്ഗീത പഠിപ്പിക്കാറുണ്ട്. അപ്പോൾ അതിൽ ജസ്റ്റ് എല്ലാവരും കേൾക്കാനുള്ളൊരു കാര്യം, ഒരു എക്സാമ്പിൾ പറയാണ്. അർജുനന് ഒരു ഗുരുവുണ്ട്. ആ ഗുരുവിന്റെ പേരാണ് ദ്രോണാചാര്യ. അപ്പൊ ആ ദ്രോണറാണ് അസ്ത്രവിദ്യ പഠിപ്പിക്കുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ലൈഫിൽ ഹാർഡ് സ്കിൽ എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഇപ്പോ ദ്രോണാചാര്യർ പഠിപ്പിച്ചത് ഹാർഡ് സ്കില്ലാണ്. അങ്ങനെ ഒരു ഗുരു നമുക്ക് വേണം. ഇപ്പൊ കണക്ക് പഠിപ്പിക്കുന്നത് ഒരു ആർട്ട് സ്കില്ലാണ് ഒരു ടീച്ചർ. സയൻസ് പഠിപ്പിക്കുന്ന ഒരു ഹാർഡ് സ്കില്ലാണ്. ഒരു ഡ്രൈവിംഗ് പഠിപ്പിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ, അതൊരു ഹാർഡ് സ്കില്ലാണ്. അപ്പോൾ ഹാർഡ് സ്കിൽ പഠിപ്പിക്കാൻ എപ്പോഴും നമുക്കൊരു ഗുരു എന്തായാലും വേണം. പക്ഷെ അതേ അർജുനന് കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് വേറൊരു ഗുരുവുണ്ട്. ഈ ഭൂമിയിൽ എങ്ങനെ ജീവിക്കണം, എങ്ങനെ പെരുമാറണം, എങ്ങനെ സംസാരിക്കണം, ഇതാണ് സോഫ്റ്റ് സ്കിൽ എന്ന് പറയുന്ന സംഭവം. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ഹാർഡ് സ്കില്ലും സോഫ്റ്റ് സ്കില്ലും ഒരേപോലെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ പറയുകയാണെങ്കിൽ ഹാർഡ് സ്കില്ലിനേക്കാൾ ഒരു അല്പം കൂടി ഇമ്പോർട്ടന്റ് ആണ് എന്ത്, സോഫ്റ്റ് സ്കില്ല്. അപ്പോൾ ഇത് രണ്ട് ഗുരുവിനെ ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. രണ്ട് ഗുരു ജീവിതത്തിൽ ഉണ്ടാവണം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പുതിയ ജനറേഷൻ ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഒരുപാട് കഴിവുണ്ട്, എന്നത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇത് നമ്മൾ മലയാളികളുടെ ഏറ്റവും വലിയ, ഞാനിപ്പോ ഇന്റർനാഷണലി ട്രാവൽ ചെയ്ത് 21 രാജ്യങ്ങളിൽ ട്രാവൽ ചെയ്തിട്ട് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് ഞാൻ. ഇപ്പൊ കേരളത്തിന് പുറത്ത് ഞാൻ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ദുബായിൽ ഞാൻ ഒരുപാട് പ്രോഗ്രാം എടുത്തിട്ടുണ്ട്. ദുബായ് എന്ന് പറഞ്ഞെങ്കിൽ കേരളത്തിന്റെ ഒരു ജില്ല പോലെയാണല്ലോ, ഇഷ്ടംപോലെ മലയാളികൾ. പക്ഷെ അവിടെ തന്നെ നമ്മുടെ ക്ലാസ്സിൽ ചിലപ്പോൾ ഗുജറാത്തീസ് വരും, ചിലപ്പോൾ തമിഴർ വരും. ഒരു ഗുജറാത്തിക്ക് പറയുന്നത് മണ്ടത്തരമാണെങ്കിലും എഴുന്നേറ്റിട്ട് കോൺഫിഡൻസിൽ പറയാൻ പറ്റും. പക്ഷെ നമ്മൾ മലയാളിക്ക് അത് ഉത്തരം അറിയാമെങ്കിൽ പോലും അത് പറയുമ്പോൾ ചിലപ്പോൾ ലാംഗ്വേജ് പ്രശ്നമാവോ, ചിലപ്പോൾ അത് പ്രശ്നമാവോ, ഞാൻ പറഞ്ഞത് ഇംഗ്ലീഷിൽ പറയണ മോശമാവോ, ഒരുപാട് ഇൻഹിബിഷൻ ഉണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവര് എന്ത് വിചാരിക്കും കരുതും എന്നുള്ള രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഇവിടെയൊക്കെ ഈ പറഞ്ഞ പോലെ സോഫ്റ്റ് സ്കിൽ, ഞാൻ എപ്പോഴും പറയുകയാണെങ്കിൽ ഈ അടുത്ത സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ഒരു വലിയ റിസർച്ച് നടന്നു. അമേസിംഗ് ആണ് കേട്ടോ അതിന്റെ റിസൾട്ട്. അവർ പറയണത് ഒരു മനുഷ്യൻ 87.5% സക്സസ് ആവുന്നത് ഹാർഡ് സ്കിൽ കൊണ്ടല്ല, സോഫ്റ്റ് സ്കിൽ കൊണ്ടാണ്. നമുക്ക് നമ്മളൊരു സ്ഥലത്ത് ഒരു ഡോക്ടറിന്റെ അടുത്ത് വീണ്ടും വീണ്ടും പോകണമെന്ന് ആഗ്രഹിക്കുന്നത് അയാളുടെ മരുന്നിന്റെ ഗുണം കൊണ്ട് മാത്രമല്ല, അയാളുടെ പെരുമാറ്റത്തിന്റെ ഗുണം കൊണ്ട്. നമ്മൾ എന്തുകൊണ്ടാണ് അബ്ദുൽ കലാമിനെ ഇപ്പോഴും, അബ്ദുൽ കലാം സയന്റിസ്റ്റ് ആയതുകൊണ്ടോ പ്രസിഡന്റ് ആയതുകൊണ്ടോ, ക്യാരക്ടർ. സച്ചിൻ ടെണ്ടുൽക്കർ ഒരു നമ്മളൊരു ഗോഡ് ഓഫ് ക്രിക്കറ്റ് എന്ന് പറയുന്നത് കളി കൊണ്ട് മാത്രമല്ല, ക്യാരക്ടറാണ്. ആ ഒരു ക്യാരക്ടർ, അതാണ് സോഫ്റ്റ് സ്കിൽ എന്ന് പറയുന്ന സംഭവം. അത് നമ്മൾ എപ്പോഴും ജീവിതകാലം മുഴുവൻ ഓർക്കുന്നത് ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആൾക്കാരോ അല്ലെങ്കിൽ മറ്റേ ഏറ്റവും വലിയ പണക്കാരനെ ഒന്നല്ല. നമ്മൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഓർക്കുക നമ്മളോട് ഏറ്റവും നല്ല പെരുമാറിയ ആൾക്കാർ. കറക്റ്റ് അല്ലേ? നമ്മുടെ റിലേറ്റീവ്സ് ആണെങ്കിൽ പോലും, അതെ, റിലേറ്റീവ്സ് ആണെങ്കിൽ എല്ലാവരോടും നമ്മൾ ചിലപ്പോൾ കംഫർട്ടബിൾ, നമ്മളോട് ഭയങ്കര കംഫർട്ടബിൾ ആകുന്നവരോട് നമ്മൾ ഭയങ്കരമായിട്ട് സംസാരിക്കും. ലോകത്ത് നമുക്ക് എല്ലാവരോടും കംഫർട്ടബിൾ ആവാൻ സാധിക്കില്ല. കംഫർട്ടബിൾ ആക്കാൻ പറ്റുന്ന വലിയ കഴിവാണ്. എനിക്ക് നിങ്ങളെ കംഫർട്ടബിൾ ആക്കാൻ പറ്റുന്നത് ഇതൊരു വലിയ കഴിവാ. സാർ, കംഫർട്ടബിൾ ആകുന്നതും ഒരു പരിധി കൂടുതൽ, ഇപ്പൊ നമ്മളൊരു കംഫർട്ടബിൾ ആയി കഴിഞ്ഞാൽ ഒരു സോൺ ക്രിയേറ്റഡ് ആവും. അതിന് പുറത്തു വരാൻ പറ്റാതിരിക്കുന്നത് ഒരു പ്രശ്നമാവില്ലേ എന്ന് പറഞ്ഞാൽ, ഇപ്പം എനിക്ക് ചുറ്റും, അല്ലെങ്കിൽ ഞാൻ വളരെ കംഫർട്ടബിൾ ആയിട്ട് ഒരു 10 പേരുണ്ടെങ്കിൽ ഞാൻ അവർക്ക് ചുറ്റും എന്റെ ലോകം ക്രിയേറ്റ് ചെയ്ത് പോകും. അതിന് പുറത്തേക്ക് എനിക്ക് പോകാനും ഉള്ളൊരു കപ്പാസിറ്റി ഉണ്ടാവില്ല, എനിക്ക് പേടിയായിരിക്കും. അതും ഒരു വലിയ ഫാക്ടർ അല്ലേ സാർ? കാര്യം സാർ പറഞ്ഞ പോലെ ഇപ്പൊ എനിക്കൊന്ന് കോവിഡിന് ശേഷമൊക്കെ ആണെങ്കിലും തന്നെ നമ്മുടെ സ്റ്റുഡൻസിന്റെ ഇടയിലാണെങ്കിലും അവർക്ക് കാര്യങ്ങളൊക്കെ അറിയില്ല, എക്സ്പ്രസ് ചെയ്യാൻ അറിയില്ല.
ആരോട് എന്ത് പറയണം എന്നറിയില്ല. അതും ഒരു വലിയ പ്രശ്നമല്ലേ സാർ ഈ ഒരു സമയത്തൊക്കെ നോക്കുകയാണെങ്കിൽ? ഈ കോവിഡിന് ശേഷം അങ്ങനെ ഒരു മാറ്റം വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരു സ്ട്രേഞ്ചറിനോടൊക്കെ സംസാരിക്കാനുള്ള ഒരു ഇൻഹിബിഷൻ അല്ലെങ്കിൽ ഒരു മടി ഒക്കെ നമുക്ക് ഒരുപാട് കൂടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ കാണുന്നുണ്ട് ചില കുട്ടികൾ ട്രെയിനിന്റെ അടുത്തൊരു സീറ്റ് കാലി കിടപ്പുണ്ടെങ്കിൽ ആരും വന്നിരിക്കില്ലെന്ന് പ്രാർത്ഥിക്കും. ശരിയാണ്, വളരെ ശരിയാണ്. അവര് ബാഗ് എന്തെങ്കിലും കാരണം അവര് ഒരു സ്ട്രേഞ്ചറിനായിട്ടുള്ള ഒരു കോണ്ടാക്ട് അവരെ ഡിസ്കംഫർട്ടബിൾ ആക്കാണ്. അതൊക്കെ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയാണ്. അപ്പൊ നമ്മൾ എത്രമാത്രം ഇൻട്രോവേർട്ടായി മാറുന്നു, നമ്മൾ എന്തുമാത്രം നമ്മളിലേക്ക് ചുരുങ്ങുന്നു, ഈ സോ കോൾഡ് വികസിക്കുന്നു എന്നൊക്കെ പറയണ നമ്മളുടെ ലോകം. ഇപ്പൊ ഞാൻ നിങ്ങളോട് ജീവ ചോദിക്കുകയാണ്, ഹൗ ബിഗ് ഈസ് യുവർ വേൾഡ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന ഒരു ഉത്തരം എന്തായിരിക്കും? പറയൂ. പെട്ടെന്ന് ഇപ്പൊ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ചുറ്റും കാണുന്ന അത്രയും വലുതാണ്, അല്ലെങ്കിൽ ഞാൻ കംഫർട്ടബിൾ ആകുന്ന ഒരു ചുറ്റും അതിൽ ഒതുങ്ങിപ്പോകും. നിങ്ങൾ ഇന്ററാക്ട് ചെയ്യുന്ന നിങ്ങളുടെ പരിചയക്കാര്, നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു ലോകമാണ് നിങ്ങളുടെ ലോകം. അതാണ് അത്ര വലിപ്പമുള്ളൂ നിങ്ങളുടെ ലോകത്തിന്. അപ്പൊ നിങ്ങളുടെ ലോകം വലുതാക്കുന്നതും ചെറുതാക്കുന്നതും നിങ്ങളാണ്. ഈ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇത്ര ഉള്ളൂ കേട്ടോ. നമ്മുടെ ലോകം എത്രയും വലുതാവുന്നോ അത്രയും നമ്മൾ ഡെവലപ്ഡ് ആവും. നമ്മുടെ ലോകം എത്രയും ചുരുങ്ങുന്നോ അത്രയും നമ്മൾ ചുരുങ്ങും. ചില ആൾക്കാർ ഇപ്പൊ കണ്ടിട്ടില്ലേ, ഭാര്യ, കുട്ടികള് അല്ലെങ്കിൽ ഭർത്താവ്, കുട്ടികള്, ജോലിസ്ഥലം, വളരെ വളരെ ചെറിയ ലോകത്താണ് ആൾക്കാർ ജീവിക്കുന്നത്. അതുകൊണ്ട് എന്താ പ്രശ്നം എന്നറിയോ? ചെറിയ ലോകത്ത് ജീവിക്കുമ്പോൾ പ്രശ്നങ്ങൾ ഭയങ്കര വലുതാവും. വലിയ ലോകത്ത് ജീവിച്ചാല് നമ്മുടെ പ്രശ്നങ്ങൾ വളരെ ചെറുതാവും. ഈ സാറ് പറഞ്ഞതിൻ്റെ അകത്ത് ഞാൻ ഒരു വേർഡ് അല്ലെങ്കിൽ പേഴ്സണാലിറ്റി, ക്യാരക്ടർ, ഇങ്ങനത്തെ കാര്യങ്ങൾ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. സാർ സോഫ്റ്റ് സ്കിൽസ് പറഞ്ഞ കൂട്ടത്തിൽ ആഡ് ചെയ്യുന്നുണ്ട്. എല്ലാ കുട്ടികളെന്ന് പറഞ്ഞില്ല, ചിലവരൊക്കെ ആണെങ്കിലും ചിലപ്പം അവർക്കൊരു കോർപ്പറേറ്റ് വേൾഡിലേക്കോ അല്ലെങ്കിൽ ഒരു ജോലിക്കാരനായിട്ട്, കാര്യം ഒബ്വിയസ്ലി നമ്മുടെ ഇവിടുത്തെ നാട്ടില് ജോലി കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ആഗ്രഹം ജോലി എടുക്കുന്നതിനോടാണ്. അപ്പം ആ ഒരു കാറ്റഗറിയിൽ വരുന്ന സ്റ്റുഡൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി സാർ ഈ ക്യാരക്ടർ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാരണം എനിക്ക് നല്ല അക്കാഡമിക് മെറിറ്റ് ഉണ്ടാവും, പക്ഷെ എനിക്ക് എങ്ങനെ പെരുമാറണം എന്നറിയില്ല, എവിടെ പോയി എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നറിയില്ല. അതൊക്കെ ഒരു കോർപ്പറേറ്റ് വേൾഡിലേക്കൊക്കെ പോകുമ്പോൾ എങ്ങനെയാ സാർ അത് ഇമ്പോർട്ടന്റ് അല്ലേ? കാര്യം എനിക്കൊന്ന് സാറ് ഒരു IITസിലും IIMസിലും ഒക്കെ സാർ ക്ലാസ് എടുത്ത സ്റ്റുഡൻസിനൊക്കെ സാറിന് അവിടുന്ന് കിട്ടിയ കുറെ ഇൻപുട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ? അങ്ങനെ നമ്മളൊരു 2 ലെവലിൽ നിന്ന് പോയിട്ടുള്ള ആൾക്കാർ അധികം. അതായത് ലുക്സ് ആൻഡ് പേഴ്സണാലിറ്റി, അത് ഒരു സാധനം. രണ്ടാമതാണ് ക്യാരക്ടർ. ലുക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങളുടെ കാണാനുള്ള നിങ്ങളുടെ ഒരു ലുക്ക്, നിങ്ങളൊരു പേഴ്സണാലിറ്റി, നിങ്ങൾ എങ്ങനെ വെൽ ഗ്രൂംഡ്, വെൽ ഡ്രസ്ഡ്, നിങ്ങൾ എങ്ങനെ നിങ്ങളെ പ്രസന്റ് ചെയ്യുന്നു, അതാണല്ലോ നിങ്ങളുടെ ഒരു പേഴ്സണാലിറ്റി, കാഴ്ചയിലുള്ള പേഴ്സണാലിറ്റി. അതിനൊരു വലിയ റോൾ ഉണ്ട് ലൈഫിൽ, ഓഫ് കോഴ്സ്, ഒരു സംശയമില്ലാത്ത കാര്യം. ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാനും. അത് ഇപ്പൊ നമ്മൾ വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ള, കാണാൻ അത്യാവശ്യം കൊള്ളാവുന്ന ഒരാളുടെ പ്രസൻസ് നമുക്ക് ഇഷ്ടമാണ്. അതിനൊരു റിച്ച്നെസ് ഉണ്ടല്ലോ അതിന്. കാരണം നമ്മളെല്ലാവരും ആംബിയൻസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. നമ്മൾ എന്തുകൊണ്ടാണ് സ്റ്റാർ ഹോട്ടലിൽ പോണത്? ആംബിയൻസ് നന്നാവുന്നുണ്ട്. അപ്പൊ നമ്മളെല്ലാവർക്കും ആംബിയൻസ് ഇഷ്ടമാണ്. അപ്പൊ ഇതൊരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നല്ലോണം നമ്മളെ പ്രസന്റ് ചെയ്യുമ്പോൾ നമ്മളൊരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് അടുത്ത സംഗതിയാണ്, എത്ര ലുക്സ് ഉണ്ടെങ്കിലും ക്യാരക്ടർ മോശമാണെങ്കിൽ ഒരു കാര്യമില്ല. അതിപ്പോ എത്ര സൗന്ദര്യമുള്ള സ്ത്രീയോ പുരുഷനായിക്കൊള്ളട്ടെ, സ്വഭാവങ്ങളില്ലെങ്കിൽ നമുക്ക് അധികം നാൾ അവരുടെ കൂടെ ഇടപെടാൻ സാധിക്കില്ല. അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവമാണ് എന്ത്? ഞാനിങ്ങനെ മുകളിലോട്ട് പോകുന്നതോറും പ്രാധാന്യം കൂടി വരുന്നതായിട്ട് പറയാണ് കേട്ടോ. രണ്ടാമത്തെ സംഗതിക്കാണ് കൂടുതൽ പ്രാധാന്യം. എന്ത്? ക്യാരക്ടർ എന്നാണ്. വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളാണോ, പറയുന്ന കാര്യങ്ങൾക്ക് ഒരു വാല്യൂ ഉള്ള ഒരാളാണോ, അല്ലെങ്കിൽ ഒരു മോറൽ വാല്യൂസ് ഉള്ള ഒരാളാണോ, ഇതൊക്കെയുള്ള ഒരു ക്യാരക്ടർ എന്നാണ് സാധനം. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ സംഗതി. മൂന്നാമത്തെ സംഗതി നമ്മൾ ഒരിക്കലും ആരും അധികം ശ്രദ്ധിക്കാത്തൊരു സംഗതിയാണ് പ്രസൻസ് എന്ന് പറയും, സാന്നിധ്യം. അതായത് ചില ആൾക്കാരുടെ പ്രസൻസിന് നമ്മളെ കംഫർട്ടബിൾ ആക്കാൻ സാധിക്കും. അവർ വലിയ ടാലന്റഡ് ആയിരിക്കില്ല, ഒരു സുന്ദരി ആയിരിക്കില്ല, ഭയങ്കരമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടാവില്ല. ബട്ട് അവരുടെ ഒരു ചില ആൾക്കാർ, ഇപ്പം നിങ്ങൾ ഒരു ചെറിയ എക്സാമ്പിൾ പറയട്ടെ. നമ്മൾ എയർപോർട്ടിലോ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലോ പോയിട്ട് ഇങ്ങനെ ട്രെയിൻ വരാനോ അല്ലെങ്കിൽ ഫ്ലൈറ്റ് വരാനോ വൈകുമ്പോൾ നമ്മൾ എവിടെ ഇരിക്കേണ്ടതെന്നൊന്ന് ശ്രദ്ധിക്കും. ഒരുപാട് ചെയർസ് ഉണ്ടാവും, ഒരുപാട് ആൾക്കാർ ഇരിപ്പുണ്ടാവും. പക്ഷെ എല്ലാവരുടെ അടുത്തോട്ട് ഓടിപ്പോയിട്ട് നമ്മൾ ഇരിക്കില്ല. നമ്മളിങ്ങനെ നോക്കും, ഇതാരാണ് അടുത്തിരുന്നാലാണ് വലിയ കുഴപ്പമില്ല ഇല്ലേ? അതാണ് പ്രസൻസ് എന്ന് പറഞ്ഞ സംഗതി. ചില ആൾക്കാർക്കൊരു വൈബ് ഉണ്ട്. അത് ഏറ്റവും കൂടുതൽ റിലാക്സ്ഡ് ആവുന്ന ആൾക്കാർക്ക് കിട്ടുന്ന ഒരു ക്വാളിറ്റിയാണ്. ഏറ്റവും കൂടുതൽ എന്താ പറയാ, മൈൻഡ് പീസ്ഫുൾ ആവുന്ന ആൾക്കാർക്ക്, മെഡിറ്റേറ്റ് ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു സ്പിരിച്വൽ ഒരു സംഗതിയുള്ള ഒരാൾക്കാർക്കാണ് അവരുടെയാണ് പ്രസൻസ്. ഇപ്പൊ ചില വയസ്സായ ആൾക്കാർക്ക് നമ്മളെ ഭയങ്കരമായിട്ട് കംഫർട്ടബിൾ ആക്കാൻ സാധിക്കും. എന്നാൽ അവർക്ക് പറയാൻ വലിയ വിഷയങ്ങൾ ഉണ്ടാവില്ല, അറിവുണ്ടാവില്ല. പക്ഷെ അവരുടെ പ്രസൻസിൽ നമുക്ക് നല്ല സുഖം ഫീൽ ചെയ്യും. അപ്പൊ ഇത് മൂന്നാമത്തെ സംഭവമാണ് പ്രസൻസ്. അപ്പൊ എന്തൊക്കെയാണ്? പേഴ്സണാലിറ്റി, ക്യാരക്ടർ, പ്രസൻസിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഞാൻ പറയുകയാണെങ്കിൽ നമ്മളെ പ്രസൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കാം
എന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ പീസ്ഫുൾ ആകുമ്പോൾ നമ്മുടെ പ്രസൻസ് നന്നാവും. പ്രസൻസ് കൂടുതൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ ഇന്റർവ്യൂ ഒക്കെ ക്രാക്ക് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്.